ഇറാൻ ഖത്തറിന്റെ ഇന്ധന വ്യവസായ മേഖലയിൽ ആക്രമണം നടത്താൻ തുരിഞ്ഞിറങ്ങുകയാണെങ്കിൽ ഒന്നും നോക്കില്ല. ഇറാന്റെ സൗത്ത് പാഴ്സ് മുഴുവനും തന്നെ കത്തിച്ച് ചാമ്പലാക്കും. യുഎസിനെയോ അല്ലെങ്കിൽ ഖത്തറിനെയോ മുൻകൂട്ടി അറിയിക്കാതെയായിരുന്നു ഇസ്രായേൽ സൗത്ത് പാഴ്സ് ആക്രമിച്ചത്. എന്നാൽ അത് അവരുടെ കോപം കൊണ്ടാണ് ചെയ്തതെന്നും ഇനി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊന്നും തന്നെ ഉണ്ടാകില്ല എന്നും, എന്നാൽ ഇറാൻ ആകട്ടെ അവിടെ ഒരു ചെറു വിരൽ പോലും അനക്കാൻ ഇവിടെ തുനിയുകയാണെങ്കിൽ പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്നും, വീണ്ടും ഇത്തരത്തിൽ ഇറാന് നേരെ വലിയ രീതിയിലുള്ള ഭീഷണി മുഴക്കിക്കൊണ്ടാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇറാനിലെ സൗത്ത് പാഴ്സ് ആ ഒരു വലിയ രീതിയിൽ അവിടെ ആക്രമണം ഇസ്രായേൽ നടത്തിയത് അത് കോപം മൂലം ചെയ്തതാണ് എന്നും, അതേപോലെ തന്നെ ഇനി ആവർത്തിക്കില്ല എന്നും ഇവിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇറാന്റെ വാതക പാടമാകട്ടെ ഇനി ആക്രമിക്കരുത് എന്ന് താൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട് എന്നതായിരുന്നു ഇവിടെ ട്രംപ് വ്യക്തമാക്കിയത്. എന്നാൽ അതിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സമ്മതം അറിയിച്ചതായും, എന്നാൽ ഖത്തറിലെ ഇന്ധന വ്യവസായ മേഖലയിൽ ഇനിയും ഇറാൻ ആക്രമണം നടത്തിയാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും സൗത്ത് പാഴ്സ് മുഴുവനായി തന്നെ കത്തിക്കുകയും ചെയ്യുമെന്ന ഭീഷണിയാണ് ട്രംപ് മുഴക്കിയിരിക്കുന്നത്. മാത്രമല്ല, സൗത്ത് പാഴ്സിന്റെ വടക്കൻ മേഖല ഖത്തർ അധീനതയിൽ ആണ് എന്നത് ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇപ്പോൾ ട്രംപ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അതേസമയം പശ്ചിമേഷ്യയിലെ യുദ്ധത്തിനിടയിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയുടെയും അതേപോലെ തന്നെ പെന്റഗൺ മേധാവിയായ പീറ്റ് ഹെഗ്സെറ്റിന്റെയും വസതികൾക്കുള്ള അതിന് നേരെ വലിയ രീതിയിലുള്ള ഡ്രോൺ ആക്രമണങ്ങൾ, ദുരൂഹ സാഹചര്യത്തിൽ ഡ്രോൺ ആക്രമണങ്ങൾ കണ്ടെത്തിയതായ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. വൈറ്റ് ഹൗസിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു രീതിയിൽ ഇത്തരത്തിൽ ഇവരുടെ വസതി സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ 10 ദിവസത്തിനിടെ തന്നെ ഒരു രാത്രി ഒന്നിലേറെ തന്നെ ഡ്രോണുകൾ കണ്ടെത്തിയതിനെ തുടർന്നുകൊണ്ട് വലിയ രീതിയിൽ ഉള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ റിപ്പോർട്ടിനോടാണ് ഇതുവരെയും പെന്റഗൺ പ്രതികരിച്ചിട്ടില്ല എന്നൊരു വിവരമടക്കം പുറത്തു വരുന്നുണ്ട്. US മണ്ണിൽ പ്രമുഖരെ ലക്ഷ്യമിട്ട് ഇറാൻ അവിടെ പ്രതികാരത്തിന് ഇറങ്ങുമോ എന്ന ആശങ്ക ശക്തമായതോടുകൂടി തന്നെ വലിയ സുരക്ഷയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. റുബിയോയുടെയും അതേപോലെ തന്നെ ഹെഗ്സെറ്റിന്റെയും സുരക്ഷ അത് മുൻനിർത്തി ഇവരുടെ താമസം മാറ്റുന്നത് പരിഗണിക്കുകയാണ് എന്നതും വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ തലയ്ക്ക് മുകളിൽ 100 കണക്കിന് അജ്ഞാത ഡ്രോണുകളാണ് കഴിഞ്ഞ ദിവസം വട്ടമിട്ട് പറന്നതും. ഏത് നിമിഷം വേണമെങ്കിലും ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതേപോലെ തന്നെ അമേരിക്കയുടെ മുക്കും മൂലയും ഇപ്പോൾ അതീവ ജാഗ്രത, അതായത് കനത്ത ജാഗ്രത നിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടയിലാണ് അമേരിക്കയെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ഇത്തരത്തിൽ നിഗൂഢ ഡ്രോണുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ശരിക്കും അമേരിക്കയിലേക്ക് മറ്റൊരു രീതിയിലുള്ള ആക്രമണം നടത്താൻ ഇറാൻ അവിടെ അണിയറയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമാണോ എന്ന ചോദ്യങ്ങളടക്കം ഉയർന്നു വരികയാണ്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയുടെയും അതുപോലെ തന്നെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റിന്റെയും വസതികൾക്ക് നേരെ ഇവർ വലിയ രീതിയിലുള്ള ഡ്രോൺ ആക്രമണം നടത്താനുള്ള രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത്. ഈ ഡ്രോണുകൾ എവിടെ നിന്നാണ് വന്നതെന്ന് ഇതുവരെ കണ്ടെത്താൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. അതേപോലെ തന്നെ വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഡ്രോണുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് റുബിയോയുടെയും ഹെഗ്സെറ്റിന്റെയും സുരക്ഷാ സ്ഥലങ്ങളിലേക്ക്, അവരെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകൾ നടന്നു വരികയാണ്. എന്നാൽ ഇതുവരെയും ഇവരെ മാറ്റിയോ എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇതിനോടായി തന്നെ ഇതുവരെ ആരും തന്നെ പ്രതികരിച്ചിട്ടുമില്ല. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ വിഷയത്തിൽ സംസാരിക്കാൻ ഇതുവരെ ആരും തയ്യാറായില്ല എന്ന് വ്യക്തമാക്കുന്നു. സുരക്ഷാ കാരണങ്ങൾ, സെക്രട്ടറിയുടെ നീക്കങ്ങളെക്കുറിച്ച് വകുപ്പിന് അഭിപ്രായം പറയാൻ കഴിയില്ല എന്നതാണ് ഇതിനോടായി തന്നെ ഇവർ പ്രതികരിച്ചിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.